ഹലോ ചങ്ങകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാരി റഹിമ കൊച്ചു. ഇപ്പൊ ഇവിടെ സമയം, അതായത് എന്റെ മാളയില് സമയം 11 മണി കഴിഞ്ഞു. 11 മണി ഇട്ടാ. അപ്പൊ ഇപ്പൊ ഞാന് സംസാരിക്കാനായിട്ട്, അതായത് ഈ 11 മണിക്ക് ഞാനൊരു വീഡിയോ വന്നത്, ഞാനിപ്പോ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആ യാത്ര എന്ന് പറയുന്നത് നേരെ തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ. അവിടെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ നേരത്തെ ഇതിനെ തിരുവനന്തപുരത്തേക്ക് പോണേ. അപ്പൊ വേറെ ഒന്നും വിചാരിക്കേണ്ട ചങ്കളെ, എന്റെ പ്രിയപ്പെട്ടവളുടെ ജന്മദിനമാണ് നാളെ. അപ്പൊ നമ്മള് മനസ്സിലാക്കാണ്ട് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കുടെ ചെറിയ ചെറിയ സന്തോഷങ്ങള്, ചിലപ്പോ അവര് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു ചെറിയൊരു സന്തോഷം, ചെറിയൊരു നിമിഷം നമ്മളെ കൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് അത് അടിച്ചേൽപ്പിക്കുന്നതല്ല, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഒരു സുന്ദര നിമിഷത്തിന് വേണ്ടിക്ക് ഞാൻ യാത്രയ്ക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോവുകയാണ്. 12:15 എനിക്ക് ട്രെയിന് ചാലക്കുടിക്ക്. ചെന്നൈ എക്സ്പ്രസ് ആണ് തോന്നുന്നത് നമ്മുടെ ട്രെയിനും. അപ്പൊ ഇതിന്റെ നിങ്ങൾ സത്യമായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് എൻഡ് വരെ കാണണോട്ടാ. കാരണം ഈ വീഡിയോന്റെ ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അത്രയും സന്തോഷം തരുന്നൊരു ഭാഗങ്ങളാണ്. അപ്പൊ ഞാനിത് ഫസ്റ്റ് തന്നെ ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ എൻഡ് വരെ നിങ്ങൾ കാണണം. കാണാണ്ട് പോവരുത്. എന്റെ ഈ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ചങ്കകളെ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വെച്ചാൽ ഒന്നും കൂടി ഞാൻ പറയാം, എന്റെ അജിക്കുട്ടിയുടെ ജന്മദിനമാണ് നാളെ. അജി ആരാ നിങ്ങൾ വിചാരിക്കും, അത് എൻ്റെ ഒരു വലിയൊരു ഫ്രണ്ടാണ്. കാരണം നമ്മളൊക്കെ വീണു പോകുന്നൊരു സമയമുണ്ടല്ലോ. നമ്മള് എന്താ പറയാ, ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല, ഇരുട്ടാണ്. നമ്മൾ ആകെ തകർന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. നമുക്ക് ആരും ഇല്ലാണ്ട് വരുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നത്, സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്നത്, വളരെ ദയനീയമായ ഒരു അവസ്ഥ. ചിലപ്പോൾ അസുഖങ്ങളാകാം, സാമ്പത്തികമാകാം, മറ്റു പല 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 നമുക്ക് സങ്കടങ്ങളാകാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചിലപ്പോൾ ദൈവം ഒരു വ്യക്തിനെ നമുക്ക് അയക്കും. എനിക്ക് അങ്ങനെ ഒരു വ്യക്തി എന്നല്ലാട്ടെ, എനിക്ക് അങ്ങനെ ഒരു 1-2 വ്യക്തികൾ എൻ്റെ ലൈഫിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് എൻ്റെ വന്ന് കിട്ടിയ എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രിയപ്പെട്ടവളാണ് എൻ്റെ അജിക്കുട്ടി. അതുകൊണ്ടാണ് അവളുടെ ജന്മദിനത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് ചെല്ലണത്. അവൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെല്ലുന്നുള്ളത്. കാരണം ഞാൻ കിടക്കുന്നത് മാളയിലാണ്, തൃശ്ശൂർ മാളയിലെ ഞാൻ കിടക്കുന്നത്. അവള് തിരുവനന്തപുരം നെടുമങ്ങാട് ചുള്ളിമാനൂരാണ് അജി കിടക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ അജിയുടെ അടുത്തേക്ക് ചെല്ലണത് ചങ്കളെ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയാണ്. അപ്പൊ ഇതിന്റെ പിന്നാലുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണണം. നമ്മൾ നേരെ ചെന്ന് അവൾക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാട്ടാ, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ എന്താ പറയാ, ആരെങ്കിലൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് പൈസ ചെലവൊന്നുമില്ല. കാരണം അത് ഒരു പൈസ ചെലവില്ലാണ്ടാണ് ഞാനിപ്പോ പോണത്. അപ്പൊ ട്രെയിൻ ടിക്കറ്റ് ഓക്കെ, അത് വഴിച്ചെലവ്, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷങ്ങള് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അത് ആരുമായിക്കോട്ടെ, നമ്മുടെ അപ്പൻ, അമ്മ, ഭർത്താവ്, പെങ്ങള്, കൂടപ്പിറപ്പ്, മക്കള്, സഹോദരങ്ങള്, ആരുമായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഇവിടം വരത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സ്വന്തം ബന്ധങ്ങളൊന്നും ഇല്ല. കാരണം എല്ലാവരും ഒരു ലവ് മാരേജിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഒരു 24 കൊല്ലമായിട്ട് സൗഹൃദത്തിന്റെ പുറത്ത് മാത്രം ജീവിച്ച് ഇവിടം വരെ എത്തിയേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇത്രയും സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയാ, എനിക്ക് വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്ക് ഈ ഒരു നിമിഷം ഉള്ളത്. അപ്പൊ ചങ്കൾ, നമ്മുടെ വീഡിയോ എൻ്റെ കൂടെ നിങ്ങളും എൻ്റെ കൂടെ വായോ, നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ എൻ്റെ അജിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ അജിക്കുട്ടിയെ വിഷ് ചെയ്യണം, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ ചങ്കളെ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നമ്മ പോലീസ് സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മ നേരെ ചാലക്കുടിക്കാണ് പോണത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത് 12:15 നമുക്ക് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിന്. അപ്പൊ നമ്മുടെ യാത്രാ വിശേഷം ഇതൊക്കെയാണ് ചങ്കളെ, നിങ്ങൾ ഫുള്ള് കാണണേ. അപ്പൊ ചങ്കളെ, നമ്മൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ പാലെത്തി. നമ്മ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. 12:10-15 നമ്മുടെ ട്രെയിൻ സമയം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോണത് ചങ്കളെ. അപ്പൊ എന്റെ കൂട്ടുകാരുടെ വീട് എവിടെയാണെന്നോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്കൊരു സർപ്രൈസ് ആണ് അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അത് എനിക്ക് കൊടുക്കാൻ പറ്റാവുന്നൊരു ചെറിയൊരു സന്തോഷം. ഞാൻ അത്ര ചിന്തിക്കുന്നുള്ളൂ. അതാണ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഈ യാത്ര തുടരണത് കേട്ടാ. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചങ്കളെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. എന്റെ അജിക്കുട്ടിനെ എല്ലാവരും വിഷ് ചെയ്യണം.
അപ്പൊ നമ്മള് ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഞാന്. അപ്പൊ നമ്മ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-15 കിലോമീറ്റർ ഉള്ളൂ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ചങ്കളെ. എടുക്കാനത് എടുക്കണ്ട്. ഒന്നില്ലേ ഒന്നില്ലേ എന്താ യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 120 ആലപ്പുഴ ഷൊർണൂർ ജംഗ്ഷൻ വഴി ചങ്കകളെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് വഴിയൊന്നും അറിയില്ല. അപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരോട് നമ്മൾ സ്ഥലം ചോദിച്ച് നമുക്ക് ചുള്ളിമാനൂർക്കുള്ള ബസ്സാണ് കിട്ടേണ്ടത്. അപ്പോൾ സാറ് നമുക്ക് സ്ഥലം പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ തെങ്കാശി ബസ്സാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അത് ആ സാറ് എനിക്ക് പറഞ്ഞു തന്ന് തെങ്കാശി ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ ചുള്ളിമാനൂർ പോയിട്ട് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചാൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു നല്ല തിരക്കാർന്നിട്ട് രാവിലെ തന്നെ 5 മണിക്ക് തുടങ്ങി തിരക്കൊക്കെ. ആറ്റുകാലമ്മയുടെ പൊങ്കാലയോടനുബന്ധിച്ചുള്ള തിക്കും തിരക്കാണ് കാണുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ചങ്കള. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ഈ 5:50 അയ്യോ മോന്തൊക്കെ പോയി കുത്തുന്നോന്ന് കിട്ടണ്ടേ.
മതി മതി 2 ചുള്ളിമാനൂര്. അപ്പൊ ചങ്കള നമ്മ ചുള്ളിമാനൂരെത്തി. നമ്മുടെ അജിതയുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ചുള്ളിമാനൂര് അജിതയുടെ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കണത്. അപ്പൊ ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്ന് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല. ഇവിടെ തൊട്ടടുത്താണ് അജിയുടെ വീട്. ഇവിടുന്ന് എവിടേക്ക് പോകേണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ ചങ്കള. അപ്പൊ നമുക്കിവിടെ ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ചങ്കള നമ്മള് അജിതയുടെ വീട് അറിയുന്നൊരു ഓട്ടോ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മ അങ്ങോട്ട് പോവേണ്ട. അതന്നെ This is the experience. ഇതൊന്നും വീട് ഇപ്പൊ അങ്ങോട്ട് ഞാനൊന്നും പറയില്ല. ഓപ്പൺ ദ ഡോർ. തുറക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. വാങ്ങടേ. അയ്യോ എന്റെ പൊന്നു ചങ്കളെ ഇത് വിളിക്കിച്ചു. പട്ടീനെ കളിക്കണ്ട. എന്റെ പൊന്നു ചങ്കളെ ഞാൻ അവിടുന്ന് കേറിയിട്ട് കെതച്ച്. ഇനി ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് ഇറങ്ങാൻ വേറെ വഴിയുണ്ടാ? അയ്യോ, അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഫയർഫോഴ്സിന് വിളിക്കേണ്ടി വരും. ഇറങ്ങല് നടക്കൂല. നമ്മൾ അജിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ അവള് ഒരു രക്ഷയില്ല. അവള് ഫേസ് തരുന്നില്ല. അവൾക്ക് ഭയങ്കര നാണോട്ട. അതാണ് അവള് മുഖമേ തരുന്നില്ല. അതാണ് ഞാൻ തിരിച്ചു പോകണം. ഇപ്പൊ തന്നെ ഞാൻ നിക്കണില്ല. കാരണം എന്റെ കൂടെ വന്നിരുന്ന് എനിക്ക് ഫേസ് തരാണ്ട് എന്റെ ഫ്രണ്ട്സുകൾ കാണട്ടെ നിന്നെ. അല്ലെങ്കിൽ ഞാൻ പോകും. ഒന്ന് ഫേസ് കാണിക്കും കൊച്ചേ. അവള് ഉറക്കത്തിന് എഴുന്നേറ്റുള്ളൂ കേട്ടോ. വേറെ ഒന്നല്ല ചങ്കളെ. അവള് ഉറക്കത്തിന് എഴുന്നേറ്റുള്ളൂ. അതുകൊണ്ടാണ് അവൾക്ക് നാണായിട്ട് പാടില്ല. മുഖമൊന്നും കഴിയിട്ടില്ലല്ലോ. ഞാൻ വന്ന് വാതിൽ തട്ടി വിളിച്ചിട്ടാണ് പുള്ളിക്കാരി എഴുന്നേറ്റത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ചങ്കളെ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അത് എനിക്ക് തന്നെ വലിയൊരു നഷ്ടമായിരിക്കും അത്. കാരണം അവളുടെ ലൈഫിൽ അവൾക്ക് ഇന്നൊരു സന്തോഷം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കയറാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ചിറങ്ങേണ്ട കാര്യമല്ല വെച്ചിട്ട് എനിക്ക് എന്താ ചെയ്യണൊരു പിടുത്തില്ല. എങ്ങനെയെങ്കിലും ഇറങ്ങണം. അപ്പൊ നമുക്ക് ഞാനിപ്പോ അവിടെ വിളിക്കാത്ത കാണിച്ചത് അവളെ. ഓക്കെ, അപ്പൊ ചങ്കളെ ഇതാണ് എന്റെ അജിക്കുട്ടി. നാളെക്കാഴ്ച ഞാൻ പറഞ്ഞില്ലേ ബുദ്ധൂസാണ്. അപ്പൊ ചങ്കളെ ഇതാണ് എന്റെ അജിക്കുട്ടി. ഇവിടെ തിരുവനന്തപുരം ചുള്ളിമാനൂരാണ്. നെടുമങ്ങാട് ചുള്ളിമാനൂര് വീട്. അപ്പൊ ഞങ്ങള് എന്നെ ഒരുപാട് ഇഷ്ടമായിട്ട് എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്റെ നാട്ടിൽ വന്ന് എന്നെ കാണാൻ വന്നതാണ്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഫേസ്ബുക്കിലാണ് എന്നെ പരിചയപ്പെട്ടത്. ടിക്ടോക്ക് അല്ലേ? ടിക്ടോക്ക് ഉള്ള കാലം മുതൽ ഇവിടെ എന്നെ അന്വേഷിച്ച് നടക്കുന്നതാണ്. ഞാൻ അവിടെ നിന്ന് അറിയില്ല. പിന്നെ ടിക്ടോക്ക് ഒക്കെ നിർത്തലാക്കി പോയി. അങ്ങനെ ഫേസ്ബുക്കിൽ കയറി കണ്ട് ഇവിടെ അടുത്ത് ഏതോ ഒരു അന്തോണിച്ച് പുണ്യാളുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എന്നെ കണ്ടു കിട്ടാനായിട്ട്. അങ്ങനെ അത് പ്രകാരം അവൾക്ക് എന്നെ കണ്ടു കിട്ടി. അന്വേഷിച്ച് പിടിച്ച് അവള് തൃശ്ശൂര് വന്ന് മാളയിൽ വന്ന് എന്നെ കണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ അന്വേഷിച്ച് ഇവളുടെ വീട് കണ്ടുപിടിച്ച് വരണ്ടേ. എനിക്കിവിടെ എവിടെയൊന്നും ജോലിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നു. പിന്നെ ഇവള് ഹെൽത്തിലാണ് കേട്ടോ ജോലി ചെയ്യണത്. അജിതാന്നാണ് ശരിക്കും പേര്. 2 കുട്ടികളുണ്ട്. മിണ്ടാണ്ടിക്കടി അവിടെ തത്തമ്മ. ഓ റഹീമ കൊച്ചു എന്റെ തത്തമ്മ. കുറച്ച്
ഞാന് റഹീമ കൊച്ചു മിസ് മാള മിണ്ടാണ്ടൊക്കെ അവിടെ കുറച്ചു നേരം ഒന്ന് പറഞ്ഞു. നീ എന്റെ വീഡിയോസ് ഒന്നും അതിന് കാണിച്ചു കൊടുക്കാറില്ലേ? എന്തുവാടി അവള് ഭയങ്കര നാണക്കാരി ഉണ്ട് ചങ്കള. അവള് നാണം വെച്ച് കൊച്ച് തൈക്കളവി എന്നിട്ട് പിള്ളേർക്കിടെ കുട്ടാണ്. ഇന്ന് എത്രാമത്തെ വയസ്സാ? 60-70? പറ 60. 60ാമത്തെ വയസ്സിൽ തൈക്കളവിക്ക്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അജിക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ആയില്ലേ? കട്ട് ചെയ്തു. നമ്മള് അജിതയുടെ വീട്ടിലാണ് ഇപ്പൊ നിക്കണത്. അപ്പൊ നമ്മ അജിതേനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. ഞാന് ഫുള്ളിന്ന് പുറത്തുനിന്ന് സെലിബ്രേഷൻ. അപ്പൊ ഇവിടെ ആറ്റുകാൽ പൊങ്കാലൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് അജിതയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മ നേരെ മാളയ്ക്ക് വണ്ടി കയറൂട്ടാ. വാടി മതിയുടെ മുത്തേ മതി. അവള് കിളവി ഒരുങ്ങാണ്. കിളവി പാവം ഉണ്ടാ. എന്നെ ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദൂരെ നിന്ന് അവളെ കാണാൻ വേണ്ടിക്ക് വന്നത്. അവള് അന്തം വിട്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ. ചെറുക്കണോട്ടാ പേടിയാവും. അപ്പൊ ചങ്കാള് ഞാൻ ഈ മുതലിനെ കൊണ്ട് ഞാൻ കറങ്ങാൻ പോവേണ്ട. ഇതിന്റെ ബർത്ത്ഡേ നമുക്ക് പുറത്തുനിന്ന് കിട്ടി തല്ലി കൊന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ ചങ്കളെ ഞാനിവിടെ ഇറങ്ങണമെന്ന സ്റ്റൈൽ ആയിക്കോട്ടെ. ഈ പെണ്ണുമ്പിളെ പിടിച്ചിട്ട് ഞാനേ ഇറങ്ങിക്കോളാൻ പിടിക്കണ്ട. ഇത് നോക്കി ഇറങ്ങണേ. നീ പോ, ഞാൻ പെട്ടെന്ന് സ്പീഡ് ഇറങ്ങാൻ പോയാ. ഒരു വീസല്ലേ ഉള്ളൂ. എന്റെ പൊന്ന് ചങ്കള, എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം തരണം. മാളിൽ ഇറങ്ങാത്ത വരുന്നു. റോഡ് സൈഡല്ലേ വെച്ചത്. ഇവക്ക് മാത്രം റോഡല്ല. എന്റെ പൊന്ന് ചങ്കളെ, മലയാറ്റൂർ മല കയറാൻ വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെടത്തില്ല. ഉള്ളതറിയാലോ, മലയാറ്റൂർ മല കയറിയിട്ട് ഇത്രയും കഷ്ടപ്പെടത്തില്ല. ഇവള് എനിക്ക് ഇതുവരെ ഇവളുടെ വീട് വിൽക്കുന്ന സ്ഥലം പറഞ്ഞു തന്നിട്ടില്ല. ആകെ പറിച്ചുള്ളിമാനൂര് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഒരു കാഴ്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു കയറ്റം കയറുന്നുണ്ടായിരുന്നു ഞാൻ വരില്ല. കയറാൻ കുഴപ്പമില്ല, ഇറങ്ങാനായിരുന്നു പേടി. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ നാട്ടിൽ. അതെ, ഇവിടെ എപ്പോഴും പറയും എനിക്ക് ഇവളോട് സ്നേഹമില്ല. നീ പറ, എനിക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ? പറയടി, ഉണ്ട് സ്നേഹം. അപ്പൊ ചങ്കളെ നമ്മളപ്പ അജിതേനെ കൊണ്ട് അജിതയുടെ ചേച്ചിയുടെ മോന്റെ വീട്ടിൽ വന്നേക്കാട്ടാ. അപ്പൊ നമ്മള് അജിതയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്തിട്ട് ഞാൻ എന്റെ വഴി നോക്കി പോവാണ്. കാരണം ഞാൻ വന്നവർക്ക് ഇഷ്ടായില്ല. അപ്പൊ വന്നപ്പോ തുടങ്ങി നീ പോണില്ലേ നീ എന്തിനാ വന്നേന്ന് എന്നോട് ചോദിക്കണേ. അപ്പൊ ഞാൻ ചെറിയൊരു ഗിഫ്റ്റ്, വലിയ ഗിഫ്റ്റ് ഒന്നല്ല, ചെറിയൊരു ഗിഫ്റ്റ്. ചെറിയൊരു ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് തുറന്നോക്കടി പോലെ ഇഷ്ടായി നോക്കാതി. ഇഷ്ടായ അതൊന്നും ഇതാ ചെയ്യണോട്ടോ. ഷേപ്പ് ചെയ്യണേ. ഷേപ്പ് നിന്റെ ഷേപ്പ് എനിക്കറിയോ. ഇതിനത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഇരിക്കും. ഷേപ്പ് നീ എനിക്ക് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഇഷ്ടായ അടിപൊളി. ഒരു കൂട്ടം കൂടി ഉണ്ട്. സ്വർണ്ണല്ല എന്തായാലും സിൽവറാണ്. ഹാപ്പി ബർത്ത്ഡേ അജിക്കുട്ടി. ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നോട് പറഞ്ഞ് എപ്പോഴും പറയുന്നു എനിക്ക് സ്നേഹമില്ലാന്ന്. അങ്ങനെ നമ്മ അജിതയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും തീയൊക്കെ കൂട്ടി അവർ പൊങ്കാലിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ കാഴ്ച കാണാനായിട്ട് ചങ്കളെ. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ.
അവരവരുടെ സ്വർണ്ണാഭരണ ശ്രദ്ധ അജി ഒരു വീഡിയോ എടുക്കട്ടെ. ഇവരൊക്കെ ചോദിക്കാൻ തുടങ്ങിയതാ. വാ 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 ബസ്. ആഘോഷം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവേണ്ട. അതെനിക്ക് വൈകുന്നേരം വീട്ടിൽ പോവേണ്. കാരണം എനിക്ക് വീട്ടിലേക്ക് വേഗം എത്തണം. എന്റെ ഏജൻസ് അവിടെ ധരിച്ചാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹാപ്പിനെസ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം തന്നെയാണ്. അത് മാത്രമാണ് നമുക്ക് കാത്തിരിക്കാനും ഓർത്ത് വയ്ക്കാനും പറ്റുന്ന നിമിഷങ്ങള്. ഓക്കെ, ഇവിടെ അനൗൺസ് ചെയ്തപ്പോൾ ഒന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ബൈ ബൈ, ലവ് യു.